പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഓണം അടുത്തു വരുമ്പോൾ മാവേലി വളരെ അഗ്രസീവായിട്ട് തിരിച്ചു വരും. അതായത് മാവേലി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആളാണ് എന്ന് നമ്മുടെ ക്രൈസ്തവ ഇസ്ലാമിക പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. നല്ല തന്നെയാണ്, എല്ലാം നമ്മുടെ പൂർവികന്മാരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം ഉണ്ടാവണം. പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസൽമാനും അവൻ്റെ പാരമ്പര്യത്തെ ചികഞ്ഞാൽ അത് ഹിന്ദുവിൻ്റെ പാരമ്പര്യമാണ്. അതായത് ഇന്നിപ്പോൾ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരനടക്കമുള്ള ആളുകൾ ഒരു 10 തലമുറ പുറകിലേക്ക് ചെന്നാൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് നാരായണൻ, ദേവകി എന്നൊക്കെ ആയിരിക്കും. സ്വാഭാവികമാണ്. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായിട്ട് 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരൊറ്റ മുസൽമാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കളാണ് അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്തു. പിന്നീട് വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടികളെ മുസ്ലിങ്ങളാക്കി നമ്മൾ മാറ്റി. അപ്പൊ ഇസ്ലാം മതത്തെ നമ്മുടെ കൂട്ടത്തിലെ ഒരു മതമായിട്ടേ കരുതിയുള്ളൂ. എന്നാൽ ആ മതത്തിന്റെ സങ്കുചിത വീക്ഷണങ്ങളെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. വിഗ്രഹാരാധകന് നരകം കിട്ടും, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടും, അതുപോലെ തന്നെ പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നവര് നിത്യനരകം കിട്ടും എന്നൊക്കെയുള്ള സങ്കല്പങ്ങളാണ് ഇസ്ലാം മതം വെച്ചു പുലർത്തുന്നത് എന്ന് അന്നത്തെ ഹിന്ദുക്കൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ ഇസ്ലാമിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പം പലരും പറയുന്ന കാര്യം, അന്ന് ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹിന്ദു മതം മാറി മുസ്ലിമായി കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഒരു പള്ളിയിൽ പോകാൻ കഴിയും. അപ്പം ഇതൊക്കെയാണ് വലിയ സംഭവങ്ങളായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവും ക്രിസ്തു മതവും ജൂതമതവും ഒന്നും തന്നെ ഈ മണ്ണിൽ പിറന്ന മതങ്ങളല്ല, വൈദേശിക മതങ്ങളാണ്. ഇവിടത്തേക്ക് വന്നപ്പോൾ ഹിന്ദുക്കൾ അതിനെ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു. അത് ഹിന്ദുവിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്, ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അതായത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, അതുപോലെ നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. ഇതാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് 33 കോടി ദേവതാ ഉപാസനാ സമ്പ്രദായങ്ങൾക്കിടയിലേക്ക് ഒരല്ലാഹുവിനെയും ഒരു യഹോവയെയും വെക്കുവാൻ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്ന ഗുരുക്കന്മാർക്കിടയിലേക്ക് പ്രവാചകനെയോ യേശുദേവനെയോ വെക്കുവാനൊന്നും ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടില്ല. 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 108 ഉപനിഷത്ത്, 2 ഇതിഹാസം, അങ്ങനെ 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം തുടങ്ങി അനേകായിരം ഗ്രന്ഥശേഖരങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഹൈന്ദവ ദാർശനിക ഗ്രന്ഥശേഖരത്തിനിടയിലേക്ക് ഒരു സ്മൃതി ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഖുറാനും ബൈബിളും വെക്കുവാൻ ഹിന്ദുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വിശാലമായ കാഴ്ചപ്പാടിന്റെ പേരാണ് ഹിന്ദുത്വം. എന്നാൽ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ. അവനവന് ശ്രേയസ് ഉണ്ടാക്കുന്നത് അവനവന്റെ ധർമ്മമാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനി എപ്പോഴും നല്ല ക്രിസ്ത്യാനി ആയിരിക്കണം, ഒരു മുസൽമാൻ എപ്പോഴും നല്ല മുസൽമാനായിരിക്കണം. ഒരു മുസ്ലിമിൽ ശ്രേയസ് ഉണ്ടാക്കുക അവന്റെ ഗ്രന്ഥത്തെ ആധികാരികമായിട്ട് പഠിച്ച് അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ശ്രേയസ് എന്ന് പറയുന്നത് തൊട്ടടുത്ത വീട്ടിൽ പോയി മതം മാറ്റലല്ല, മറിച്ച് ക്രിസ്ത്യാനി ആയവർ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുക, അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ കൊണ്ടുപോയിട്ട് മഹാബലിയും മാവേലിയും ഒക്കെ ഞങ്ങളുടെ ആളുകളാണ്, മാവേലി വേലി ഇല്ലാത്തവൻ, അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ അതിന്. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം തന്നെ ഞാൻ എന്നാണ്. അല്ലാതെ മാവേലി എന്ന് പറഞ്ഞാൽ വേലി ഇല്ലാത്തവൻ എന്നൊരർത്ഥം പോലും അതിനില്ല. അപ്പൊ തെറ്റായ കാര്യങ്ങൾ എന്ന് പറയുന്നു. മാവേലി എന്നത് മലയാളത്തിലൊരു പ്രയോഗമാണ്. ബലി ചക്രവർത്തിയാണ്, മഹാബലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഭരിച്ചത് കേരളം പോലുമല്ല, ഭൃഗു കച്ചമാണ്, ഇന്നത്തെ ഗുജറാത്തിലാണ്. അതുകൊണ്ടാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുവാൻ നമ്മുടെ വാമനൻ വന്നു. വാമനൻ 5ാമത്തെ അവതാരമാണല്ലോ. പിന്നെ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്ന് പറഞ്ഞാൽ 6ാമത്തെ അവതാരം ഉണ്ടാക്കിയ കേരളം പിന്നെ 5ാമത്തെ അവതാരത്തിന്റെ സമയത്ത് എങ്ങനെ ഭരിക്കപ്പെടും എന്ന് ചോദിച്ചാൽ ഈ മഹാബലി ഭരിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശമാണ്. ഭൃഗു കച്ചം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അന്ന് ഈ പറയുന്ന കേരളം ഉണ്ടാകാൻ വഴിയില്ല. അപ്പോ ആ കേരളം പിന്നീട് ഉണ്ടായി എന്നാണ് നമ്മുടെ സങ്കല്പം. ഈ രാജ്യം എല്ലാ കാലത്തും ഒറ്റക്കെട്ടാണ്.
ഇപ്പൊ അയോധ്യയിൽ ജനിച്ച രാമൻ നമ്മുടെ പിതൃതർപ്പണം നടത്തിയത് രാമേശ്വരത്താണ്. ആ രാമൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് പത്തനംതിട്ട ജില്ലയിൽ സീതത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സീതാദേവി കുളിച്ചത് ഇവിടെയാണ്. പാണ്ഡവന്മാർ വനവാസ സമയത്ത് വയനാട്ടിൽ വന്നു. പാണ്ഡവൻ പാറ അവിടെയുണ്ട്. അപ്പൊ ഈ രാഷ്ട്രം പല ഭാഗത്തുമാണ് മഹാത്മാക്കൾ ജനിച്ചെങ്കിലും ഈ രാഷ്ട്രം ഏകമാണ്. ദക്ഷൻ മഹായാഗം നടത്തിയത് നമ്മുടെ കൊട്ടിയൂരിലാണ്. ദക്ഷന്റെ സ്ഥലം എന്തായാലും കേരളത്തിലല്ല, അദ്ദേഹം ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗത്താണ്. അപ്പൊ യാഗം നടത്തുവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഈ കൊട്ടിയൂരായിരുന്നു. അപ്പൊ ഈ രാഷ്ട്രം എന്നും ഏകമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഐതിഹ്യങ്ങൾക്ക് വലിയ സൗന്ദര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുകയും ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാവേലി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലിയാണ്, അത് മുഹമ്മദ് നബിയാണെന്നൊക്കെ പറയുന്നത് തരംതാണ ഒരു അവസ്ഥയാണ്. അപ്പോ ഒരിക്കലും ഒരു ക്രൈസ്തവ പുരോഹിതനോ ഒരു ഇസ്ലാമിക പുരോഹിതനോ ഇങ്ങനെ തരംതാഴാൻ പാടില്ല. ഇതൊരു പഴയ വീഡിയോ ആണെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അതായത് ബൈബിളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബൈബിളിലൂടെയാണ് ക്രിസ്ത്യാനിയെ വ്യാഖ്യാനിക്കേണ്ടത്. ഖുറാനിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കണം. പണ്ട് എം അക്ബറുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും സക്കീർ നായിക്കിന്റെ ഒക്കെ കലാപരിപാടി ഉണ്ടായിരുന്നു. ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അല്പതരമായിരുന്നു. അതൊക്കെ പൊളിച്ചടുക്കിയതിന് ശേഷം പിന്നെ ഇവരെ ഒന്നും സോഷ്യൽ മീഡിയയിൽ സംവാദത്തിനോ പൊതുസംവാദങ്ങളൊന്നും കാണുന്നില്ല. പണ്ട് സ്നേഹസംവാദം വ്യാപകമായിട്ടുണ്ടായിരുന്നു. സ്നേഹമേ അതിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മതം ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. പിന്നീട് ആരിഫ് ഹുസൈനെ പോലെ ജാമിദ ടീച്ചറെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ അവർ പച്ചക്ക് പറയാൻ തുടങ്ങി. അത്ര വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതോടുകൂടി അതിന് പ്രതികരിക്കുവാനോ അവരുമായിട്ട് സംവാദം നടത്തുവാനോ ഒന്നും കഴിയാതെ ഈ പറയുന്ന എം അക്ബർ, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ല. ആകെയുള്ളത് കൈവെട്ടാനും കാലുവെട്ടാനും ഉള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആശയപരമായിട്ട് സംവദിക്കുവാനോ ആ സംവാദത്തിൽ ഈ ഇസ്ലാമിന്റെ വീക്ഷണങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ വാദമുഖങ്ങളെ വായടപ്പിക്കുവാൻ കഴിയുന്ന ആരും ഇന്ന് ഇസ്ലാമിൽ ഇല്ലാതെ പോയിരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾ ഇന്ന് വ്യാപകമായിട്ട് ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിലൂടെ കേരളത്തിന്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. ക്രിസ്ത്യാനികളോട് ഹിന്ദുക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഒരു ഹിന്ദു പട്ടിണി കിടക്കുമ്പോൾ അവിടെ പോയി കടല, അരി, ഗോതമ്പ്, പഞ്ചസാര കൊടുത്ത് അവനെ മതം മാറ്റുന്നതാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവിടെ പട്ടിണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടപെടും. അവിടെ അരിയും കടലയും ഗോതമ്പും പഞ്ചസാരയും ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ അത് കൊടുത്ത് അവൻ്റെ വയറ് നിറഞ്ഞാൽ ഉടനെ ഓങ്കാരത്തിൻ്റെ മാലയുമായി ചെന്ന് നിനക്ക് ഭക്ഷണം നൽകിയത് ഞങ്ങളാണ്, അതുകൊണ്ട് വേഗം അമ്പലത്തിൽ വന്ന് മതം മാറൂ എന്ന് പറയുന്ന തരംതാണ അവസ്ഥ, തേർഡ് റേറ്റ് തരംതാണ അവസ്ഥ ഒരിക്കലും ഒരു ഹിന്ദു ചെയ്യില്ല. കൃപാസനം പത്രം കൊടുത്തിട്ട് ഒരുത്തനെ കൊണ്ട് അത് ചമ്മന്തിയായി കഴിപ്പിക്കില്ല. ഇങ്ങനെ തരംതാണ മനുഷ്യന് ശാസ്ത്രീയമായിട്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലൊക്കെ എത്ര ശാസ്ത്രകാരന്മാരാണ്. ഈ നാട്ടിലെ എത്രയോ ആശുപത്രികൾ ക്രൈസ്തവ മാനേജ്മെന്റ്, ഇപ്പൊ ഞങ്ങളുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി നടത്തുന്ന അലക്സാണ്ടറാണ്. എത്ര ക്രിസ്ത്യാനികളാണ് ശാസ്ത്രരംഗത്ത്, അതുപോലെ തന്നെ വൈദ്യരംഗത്ത് ഡോക്ടേഴ്സൊക്കെ ആയിട്ട് എത്ര പേരാണുള്ളത്. അവരൊക്കെയുള്ള നാട്ടിലാണ് ആളുകൾ രോഗം മാറാൻ വേണ്ടിയിട്ട് പത്രം അരച്ച് കലക്കി കുടിക്കുന്നത്. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഇപ്പൊ ഡിവൈഎഫ്ഐക്കാർ ഇതിലൊന്നും പ്രതികരിക്കില്ല, സ്വാഭാവികമാണ്. അവൻ പ്രതികരിക്കണമെങ്കിൽ കാഷായ വസ്ത്രം ഉണ്ടാവണം. അവൻ മീശ വടിക്കണം, താടി വടിക്കണമെങ്കിൽ കാഷായ വസ്ത്രം ധരിക്കണം. ഇപ്പൊ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഏതോ ഒരു വ്യാജൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ ഒരു സാത്വികനായിട്ടുള്ള ഒരു സന്യാസിയുടെ പാതി മുടിയും പാതി മീശയും ഒക്കെ താടിയൊക്കെ വടിച്ചു കളഞ്ഞു. അപ്പൊ ഇങ്ങനെ തരംതാണ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണമെങ്കിൽ ഹിന്ദുവിനിട്ട് പണി കൊടുക്കുമ്പോൾ മാത്രമേ അവർ, അല്ലാതെ ഭക്ഷണത്തിൽ തുപ്പിയാലോ ഹലാലാക്കിയാലോ എന്നും വിഷയമല്ല. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന രീതിയിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന അല്ലെങ്കിൽ മതം കലർത്തുന്ന ഈ കാര്യങ്ങൾ, ഹലാൽ ബോർഡുകളൊക്കെ 10-12 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷത്തിനിടയിൽ വന്നാണ്. ഡിവൈഎഫ്ഐക്കാരൻ്റെ ഒരു പ്രതിഷേധം നമ്മൾ അവിടെ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ സെലക്റ്റീവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവരാണ്. ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ജൂതനെയും പാഴ്സിയെയും മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനെയും ഒക്കെ സ്വീകരിക്കുവാൻ കഴിയുന്ന വിശാലതയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയൊന്നുമല്ല അതിന് കാരണം. ഭരണഘടനയൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ 70 വർഷമല്ലായിട്ടുള്ളൂ. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഇവിടെ വന്നിട്ടില്ലേ? അപ്പൊ അവരെല്ലാം സ്വീകരിച്ച ഒരു സംസ്കാരം, പാരമ്പര്യത്തിന്റെ പേരാണ് സനാതനധർമ്മം. അപ്പൊ ആ സനാതനധർമ്മത്തെ ഒരു കാരണവശാലും ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്നാൽ അതിൽ നല്ല കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പള്ളികളിൽ നമ്മൾ കൊടിമരം കാണുന്നു, നിലവിളക്ക് കാണുന്നു, വളരെ പോസിറ്റീവാണത്. അതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് നമ്മുടെ പാഠശാലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യകർത്താവിന്റെ വീട്ടിലെ പൂജാമുറിയിൽ യേശുവിന്റെ ഫോട്ടോ, യേശുദേവന്റെ ഫോട്ടോ, ഞങ്ങളതിനെ എതിർത്തിട്ടുമില്ല,
അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം യേശുദേവന്റെ നന്മകളെ തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവരുടെയും നന്മകളെ തിരിച്ചറിയുന്ന ഹിന്ദുവിന്റെ വിശാലതയെ മനസ്സിലാക്കാതെ ഹിന്ദുവിന്റെ ബിംബങ്ങളെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് മാവേലി വേലിയില്ലാത്തവനാണ്, മുഹമ്മദ് അലിയാണ് പിന്നീട് മാവേലിയായി മാറി, എന്തിനാണ് ഈ തരംതാണ കാര്യങ്ങൾ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.